നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ പൊറോട്ടയ്ക്കൊപ്പം അതുപോലെ വെള്ളപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കുന്ന ആ ഒരു ഗ്രേവി മുട്ടക്കറി ഉണ്ടല്ലോ, അതൊന്ന് വീട്ടിലുണ്ടാക്കിയെടുത്താലും ഒട്ടും തേങ്ങയൊന്നും ചേർക്കാണ്ട് സവാള ഇട്ടിട്ട് നല്ല ഗ്രേവി മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലങ്ങ് ഉണ്ടാക്കിയെടുക്കട്ടെ. അതാകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് മുട്ടക്കറി റെഡിയാവേ. അപ്പോൾ ഒരു 3 സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുനാ അരിഞ്ഞ് ഇതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ചതച്ച് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഹാഫ് തക്കാളി, നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒന്ന് നുറുക്കി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കുറച്ച് 1.5 ഗ്ലാസ്സോളം വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 4-5 വിസിലൊക്കെ അടുപ്പിച്ചോ. എന്നാലാണ് നമുക്ക് ആ തക്കാളി സവാളയൊക്കെ അങ്ങനെ ഉടഞ്ഞ് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതുപോലെ ഏകദേശം ഒരു 4 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കണ്ടു നോക്കിക്കോ. നല്ല രീതിയിൽ തന്നെ ഇതുണ്ടല്ലേ, ഈ ഒരു രീതിയിൽ ഗ്രേവി ആയിട്ട് സവാളയും തക്കാളിയും കൂടെ ഉടഞ്ഞ് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാവേ. അപ്പോൾ താളിച്ചെടുക്കാനായിട്ട് ചട്ടിയിലേക്ക് ഒരു കുറച്ച് കടുകും അതുപോലെ ഒരു നുള്ള് കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാനിപ്പം നമ്മുടെ ഒരു വേവിച്ചേക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് നേരെ തിരിച്ച് ഇങ്ങോട്ട് കൊട്ടി കേട്ടോ. പിന്നെ ഇങ്ങനെ കൊട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒത്തിരി ഗരം മസാലപ്പൊടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ. പിന്നെ കുഞ്ഞ് തിള വരുമ്പം തീ അങ്ങോട്ട് ഓഫ് ചെയ്തോ. സവാളക്കറി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അങ്ങോട്ട് നിർത്താം. അതല്ല മുട്ടക്കറി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരം കഴിയുമ്പോൾ കറി സെറ്റ് ആയി കഴിയുമ്പോൾ എടുത്ത് നോക്കിക്കോട്ടെ. നല്ല ഗ്രേവി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിനും പത്തിരിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിനും നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് തൊട്ട് മുൻപ് ഭട്ടൂരയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് കണ്ടു നോക്കിക്കോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്ക്.